ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് വായനാ ദിന ക്വിസാണ്. ആരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കർ. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം പ്രഭ വർമ്മ. മലയാള ഭാഷയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം, ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ചെമ്മനം ചാക്കോ. കേരള ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചത് ആരാണ്? ഉത്തരം PN പണിക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം ഗോവയിൽ. കേരളം വളരുന്നു എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? ഉത്തരം പാല നാരായണൻ നായർ. ഉപ്പായി മാപ്പിള എന്ന പ്രശസ്ത കാർട്ടൂൺ രചയിതാവ് ആരാണ്? ഉത്തരം ജോർജ് കുമ്പനാട്. 1829 കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സ്വാതി തിരുനാൾ. ഏത് വർഷമാണ് PN പണിക്കർ സനാതനധർമ്മം എന്ന ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത്? ഉത്തരം 1926. ഏത് മലയാള സിനിമാ നടന്റെ പേരിലാണ് പുതിയ ലിപി പുറത്തിറക്കിയത്? ഉത്തരം ബഹദൂർ എന്ന സിനിമാ നടന്റെ പേരിൽ. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം ഏതാണ്? ഉത്തരം ഗ്രന്ഥാലോകം. അധ്യാപക കഥകൾ എഴുതി പ്രശസ്തനായ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം കാരൂർ നീലകണ്ഠപിള്ള. ഏത് വർഷം മുതലാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്? ഉത്തരം 1996 ജൂൺ 19. ഭൂമിക്കൊരു ചരമഗീതം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ONV കുറുപ്പിന്റെ കൃതിയാണ് ഭൂമിക്കൊരു ചരമഗീതം. ആ കസേര ആരുടേതാണ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം KA ബീന. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തൃശൂർ ജില്ല. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം വിനോദ് കുമാർ ശുക്ല. കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് ആരാണ്? ഉത്തരം നാലപ്പാട്ട് നാരായണ മേനോൻ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക, ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം PN പണിക്കർ. ലോകത്തിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തെരഞ്ഞെടുത്തത് ഏത് നഗരമാണ്? ഉത്തരം എഡിൻബർഗ് നഗരം. കല്ലേൻ പൊക്കുടന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം കണ്ടൽക്കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം. 1970 പാറശാല മുതൽ കാസർഗോഡ് വരെ കേരള ചരിത്രത്തിലെ പ്രധാന ഏടുകളിലൊന്നായ സാംസ്കാരിക ജാഥ നടത്തിയത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഉത്തരം PN പണിക്കരുടെ നേതൃത്വത്തിൽ. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 2013.
കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധമായ കഥ എഴുതിയത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഫെബ്രുവരി 21. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ്? ഉത്തരം ബാലാമണിയമ്മയാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത. നീർമാതളം പൂത്ത കാലം എന്ന കൃതി എഴുതിയത് ആരാണ്? ഉത്തരം മാധവിക്കുട്ടി. പി.എൻ. പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏതാണ്? ഉത്തരം ക്രുപ്സ്കയ അവാർഡ്. ദേശീയ ലൈബ്രറിയൻ ദിനം എന്നാണ്? ഉത്തരം ആഗസ്റ്റ് 12-നാണ് ദേശീയ ലൈബ്രറിയൻ ദിനം. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ: ദേശീയ ലൈബ്രറിയൻ ദിനമായി ആചരിക്കുന്ന ആഗസ്റ്റ് 12 ആരുടെ ജന്മദിനമാണ്? ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.